നമസ്കാരം. ദന്തധാവനം അഞ്ജനം മുഖപ്രക്ഷാളനം ച നിത്യം കുര്യാത് എന്താണെന്നല്ലേ, മറ്റൊന്നുമല്ല, നമ്മുടെ ഓറൽ കാവിറ്റി അല്ലെങ്കിൽ പല്ലിൻ്റെയും മോണയുടെയും മൊത്തത്തിൽ ഓറൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ ഓറൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ദിവസവും ബ്രഷ് ചെയ്യുന്നതും പലപ്പോഴും നമ്മുടെ വായിൽ ഉണ്ടാകുന്ന പ്ലേക്സുകൾ അല്ലെങ്കിൽ അവിടെ ഇവിടെ അടിഞ്ഞുകൂടിയിട്ട് പല്ലിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഇത്തരം പ്ലേക്സുകളെ കളയാനായിട്ടും അല്ലെങ്കിൽ മൊത്തത്തിൽ ഓറൽ ഹൈജീനായിട്ടും ഒക്കെ തന്നെ ദിനചര്യയിൽ പറയുന്ന ഒന്ന് തന്നെയാണ് ദന്തധാവനം അല്ലെങ്കിൽ പല്ല് തേപ്പ് എന്നുള്ളത്. ഇത് കഫദോഷത്തെ കുറയ്ക്കാനും അല്ലെങ്കിൽ ഫുഡ് ഡെബ്രീസിനെയൊക്കെ ഇല്ലാതാക്കാനും ബാഡ് ബ്രീത്ത് അല്ലെങ്കിൽ വായ്നാറ്റം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാനും ടേസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാനും ഓറൽ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ആയുർവേദത്തിൽ അർക്കനിഗ്രോധ ഗതിര കരഞ്ച കക്കുപാധികം കഷായ കടു തിക്തം ച ദന്തധാവനം ആചരേത് എന്നുള്ളത് അഷ്ടാംഗ ഹൃദയത്തിൽ പറയുന്നു. ഇങ്ങനെയുള്ള കയ്പ് രസമുള്ളത് അല്ലെങ്കിൽ കടുരസമുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിന് ഉപയോഗിക്കേണ്ടത് പല്ല് തേപ്പിന് എന്നുള്ളത്. അപ്പോൾ ഇത് വളരെ നമ്മുടെ ഇനാമലിനൊന്നും പ്രശ്നം പറ്റാത്ത രീതിയിൽ സേഫായിട്ട് എങ്ങനെ ഉപയോഗിക്കാം. ടൂത്ത് പൗഡർ പോലെയാണ് തയ്യാറാക്കുന്നത്. പക്ഷേ ഇത് തയ്യാറാക്കുമ്പോൾ പൊടിച്ച് എടുത്തു കഴിഞ്ഞാൽ അരിച്ചെടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ വെച്ച് പല്ല് തേച്ച് കഴിഞ്ഞാൽ ഇനാമലിൻ്റെ ഹെൽത്ത് നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കേണ്ടതിൽ ആദ്യത്തേത് ത്രിഫല ചൂർണ്ണമാണ്. കടുക്ക, നെല്ലിക്ക, താന്നിക്ക എന്നുള്ളത് മൗത്ത് അൾസർ പോലുള്ള പ്രശ്നങ്ങൾ, വായ്പുണ്ണൊക്കെ വരാറില്ലേ, അങ്ങനെയുള്ളതൊന്നും വരാതിരിക്കാനും മോണയ്ക്കൊക്കെ നല്ല ആരോഗ്യം വരാനും ഒക്കെ തന്നെ സഹായിക്കുന്നതാണ്. ഇത്തരം വായ്പുണ്ണ് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും മാറ്റാൻ ഇത് സഹായിക്കും. പിന്നെ ബാഡ് ബ്രീത്ത് എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവുകയില്ല. ഇതിനായിട്ട് ത്രിഫല ചൂർണം എടുക്കേണ്ടത് ഒരു 30 ഗ്രാമാണ്. അതുപോലെ ഖതിര ചൂർണം ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് കിട്ടിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അത് 20 ഗ്രാം. ഇഷ്ടി മധു അല്ലെങ്കിൽ ഇരട്ടി മധുരം എന്ന് പറയും മലയാളത്തിൽ, അത് ഒരു 15 ഗ്രാം. അതുപോലെ 10 ഗ്രാം ഗ്രാമ്പു ലവംഗ ചൂർണം, ഗ്രാമ്പു പൊടിച്ചതുണ്ട്, അതാണ് എടുക്കേണ്ടത്. ചുക്ക്, കുരുമുളക്, തിപ്പലി ഇവ ചേർന്നിട്ടുള്ളതാണ് ത്രിക്കട്ടു ചൂർണം, അത് 10 ഗ്രാം. റോക്ക് സോൾട്ട് അല്ലെങ്കിൽ സൈന്ധവ ലവണം, നമ്മുടെ കല്ലുപ്പ് ഉണ്ടല്ലോ, അതൊരു 5 ഗ്രാം. ഏലക്ക 5 ഗ്രാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് പൊടിച്ച് നല്ല പൊടിയാക്കുക, അരിച്ചെടുക്കുക. ഇത് ഒരു 1/2 ടീസ്പൂണ് അല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് ബ്രഷ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ മൃദുവായിട്ടുള്ളതാണ് എപ്പോഴും നല്ലത്. വളരെ ഹാർഡായിട്ടുള്ളത് 2 നേരമൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനാമലിനും പല്ലിന് തേയ്മാനം വരുത്താനും ഒക്കെയാണ് ഇത് സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് തിരഞ്ഞെടുക്കുക. എന്നിട്ട് ആ ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ വിരൽ കൊണ്ടോ പതിയെ 2 നേരമായിട്ട് ഈ ഒരു മിക്സ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് തേക്കാനായിട്ട്.